കർക്കിടകം പിറന്നാൽ ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത് നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തളി ചേലൂർ ദേവിച്ചിറ അന്തിമഹാകാളൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതി. കടകളിൽ നിന്നും ആയുർവേദശാലകളിൽ നിന്ന് ലഭിക്കുന്ന ഔഷധക്കൂട്ട് വാങ്ങിയാണ് സാധാരണ എല്ലായിടങ്ങളിലും ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി വനത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് തളി ചേലൂർ അന്തിമഹാകാളൻകാവിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത്. ഇല്ലം കെട്ടി, കുറുന്തോട്ടി, പുത്തിരിച്ചുണ്ട, കാട്ടുമുല്ല, പെരുവിൻവേര്, ഇടിഞ്ഞിൽ തോല്, പെരുങ്കട, നന്നാരി എന്നിവയാണ് ഔഷധക്കൂട്ടിലെ പ്രധാന മരുന്നുകൾ. ക്ഷേത്രം പൂജാരി രാമചന്ദ്രൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ നാരായണൻ മൂരിപ്പാറ, ഹരിദാസൻ കുറ്റിനിങ്ങാട്ട്, സ്മിത പരമേശ്വരൻ, ഗോപിനാഥൻ ചക്കാല, ഹേമലത ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതിയാണ് വനത്തിൽ നിന്നും മരുന്ന് പറിക്കുന്നത്. 100 കിലോഗ്രാമിലും കൂടുതൽ പച്ചമരുന്നാണ് ഇവർ വനത്തിൽ നിന്നും ശേഖരിക്കുന്നത്. പിന്നീട് ഇവ 10 ദിവസത്തോളം വെയിലിൽ ഉണക്കി പൊടിച്ചാണ് മരുന്ന് കഞ്ഞി ഉണ്ടാക്കുന്നത്. ഔഷധങ്ങൾ ഞങ്ങളെ കാട്ടിൽ നിന്ന് സംഭരിച്ച് എല്ലാവരെയും കൂട്ടി സംഘടിപ്പിച്ച് ശുദ്ധമായ നല്ല മരുന്ന് ഉപയോഗിച്ചുകൊണ്ടാണ് കഞ്ഞി കൊടുക്കുന്നത്. കാട്ടിലെ മരുന്ന് തന്നെ ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആ വാശി കമ്മിറ്റിക്കാർക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ നല്ലതായിക്കോട്ടെ, ഇതിന് പ്രത്യേക ഒരു ഔഷധ ഗുണം ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഈ കാടിന്റെ അരുവിനുള്ള മരുന്നിന് പ്രത്യേകിച്ചിട്ടുള്ള ഔഷധ ഗുണം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാടിന്റെ അരുവിനുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് പറിച്ചു കൊണ്ടുവന്ന് അത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇതിനു പുറമെ മഞ്ഞൾ, ഉലുവ, മല്ലി, ജീരകം, ചതക്കുപ്പ, കടുക്, അയമോദകം എന്നിവയാണ് മരുന്ന് കഞ്ഞിയിലെ മറ്റു കൂട്ടുകൾ. ഇവയുടെ പൊടി വാങ്ങുന്നതിന് പകരം ഇവ വാങ്ങി ഉണക്കി പൊടിച്ചാണ് കഞ്ഞിയിൽ ചേർക്കുന്നത്. ഉണങ്ങല്ലരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. കർക്കിടകം 1 മുതൽ 10 വരെയാണ് കഞ്ഞി വിതരണം. കഴിഞ്ഞ 9 വർഷമായി ഇവർ ഔഷധ കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തു വരുന്നു. ജാതിമത വ്യത്യാസമില്ലാതെ 500ഓളം പേർ ഔഷധ കഞ്ഞി വാങ്ങാൻ ദിവസവും ക്ഷേത്രത്തിലെത്താറുണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി.